സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടം വരെയും പ്രതീക്ഷ വെച്ചിരുന്നതാണ് ദീപ്തി മേരി വർഗീസ് എന്ന പേര്. എറണാകുളത്ത് ഒരിടത്തും പരിഗണിക്കാതെ പോകുന്നു. ആ പോസ്റ്ററുകളെല്ലാം പാഴായി പോകുന്നു. അതിൻ്റെ മുൻപിൽ ഒരു വലിയ വിഷമത്തിൽ ആണോ? പോസ്റ്ററുകൾ എന്നുള്ള കാര്യത്തിലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം നമുക്ക് അതൊരു തയ്യാറെടുപ്പ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോസ്റ്ററുകൾ മുഴുവനൊന്നും ഞാൻ അച്ചടിച്ചിട്ടില്ല. അവിടെ ചില മാധ്യമങ്ങളിലൊക്കെ ഞാൻ പോസ്റ്റർ മുഴുവൻ അച്ചടിച്ചു എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് വരെ സ്ഥാനാർത്ഥി ആകും എന്നുള്ള ഒരു മെസ്സേജിലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ. 22-23 ദിവസമേ ഇപ്രാവശ്യം കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രാഥമികമായിട്ട് എടുക്കേണ്ട ചില തയ്യാറെടുപ്പുകളുണ്ട്. ആ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പോൾ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുക. അത് ഞാൻ മാത്രമല്ല, മറ്റു പലരും ചെയ്തിട്ടുണ്ട്, എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും. ഡിസൈൻ നേരത്തെ തയ്യാറാക്കും, എത്ര എണ്ണം അടിക്കണം എന്നുള്ള തീരുമാനിക്കും. ചിലപ്പം കുറച്ചൊരു 10,000 പോസ്റ്ററെങ്കിലും നമ്മൾ അടിക്കാൻ ഓർഡർ ചെയ്ത് വെക്കും. കാരണം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ദിവസം പ്രഖ്യാപിക്കുന്നില്ല, വീണ്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിലേ വരുന്നു, വീണ്ടും ചർച്ചകളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ദിവസം കൂടെ ഡിലേ വന്നു. ആ ഒരു ദിവസത്തിലാണ് നമ്മളിതെല്ലാം ഓർഡർ കൊടുക്കുന്നത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്, കാരണം അവിടെ സിറ്റിംഗ് MLA ഉള്ള ഒരു സ്ഥലമാണ്, കൊച്ചി സിറ്റിംഗ് MLA ഉള്ള സ്ഥലമാണ്. അവർ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രചരണം പുറകിലായി പോകരുത് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം നമ്മളൊരു പ്രാഥമിക വർക്ക് ചെയ്തു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് വേണ്ടി വന്നാൽ ഉപയോഗിക്കാം, വേണ്ടി വന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം എന്നതിൽ കവിഞ്ഞ് വേറെ കാര്യമൊന്നും അതിൻ്റെ അകത്തില്ല. പക്ഷേ അത്രയൊരു ഉറപ്പുണ്ടായിരുന്നില്ലേ? യു പ്രൊസീഡ് എന്ന മെസ്സേജ് ആയിരിക്കില്ലേ അത്തരത്തിൽ ഈ നീക്കങ്ങൾക്കൊക്കെ പിറകിലുണ്ടായിട്ടുണ്ടാവും? തീർച്ചയായിട്ടും അങ്ങനൊരു അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ലല്ലോ. അങ്ങനെ ഒരു മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, അത് അനൗൺസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കാം. അത് ശരിയാണ്, അനൗൺസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നോമിനേഷൻ കൊടുക്കാൻ 2-3 ദിവസം ബാക്കി, അതിൻ്റെ അകത്ത് 2 ദിവസം അവധിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ അഭ്യർത്ഥന ഉണ്ടാക്കണം, ഇതെല്ലാം ആദ്യവട്ടം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളെല്ലാം മുൻകൂട്ടി ചിന്തിക്കണമല്ലോ. അങ്ങനെ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ പലരും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ ലക്ഷക്കണക്കിന് പോസ്റ്ററൊന്നും അച്ചടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലെ വാചകങ്ങൾ പക്ഷേ നല്ല ഭംഗിയുള്ളതായിരുന്നു. സർവം ദീപ്തം എന്നതായിരുന്നു. സർവം ദീപ്തമാണ്, പക്ഷെ സർവം മായ പോലെ ആയിപ്പോയി. അതാണ്.